ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? കുറേ കാലത്തിന് ശേഷം ഇന്നൊരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞങ്ങൾ ജോർജിയ പോയിൻ്റെ 3rd ഡേ വ്ളോഗാണ്. കുറച്ച് ലേറ്റായി പോയി വീഡിയോ റെഡിയാക്കി വരാൻ. സോ ജോർജിയയിലെ 3rd ഡേ ഞങ്ങൾ അവിടുത്തെ വില്ലേജസ് എക്സ്പ്ലോർ ചെയ്യുക എന്നാണ് വിചാരിച്ചത്. രാവിലെ തന്നെ ഷോട്ട നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ഷോട്ടയുടെ വില്ലേജിലേക്കാണ്. അവിടെ അവർ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ജോർജിയയിലെ മോസ്റ്റ്ലി എല്ലാവർക്കും 2 വീടുകളുണ്ടായിരിക്കും കേട്ടോ. ഒന്ന് സിറ്റിയിലും ഒന്ന് വില്ലേജിലും. വിൻ്റർ സീസണിൽ അവർ സിറ്റിയിൽ താമസിക്കും, മറ്റുള്ള സീസണിൽ അവർ വില്ലേജിലും താമസിക്കും. വീട്ടിലെത്തിയ ഉടനെ ഷോട്ട ഞങ്ങൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി. ഷോട്ടയുടെ വീട്ടിൽ ഭാര്യയും 3 മക്കളും പിന്നെ മദറിലവും ഉള്ളത്. പിന്നെ ഞങ്ങൾ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡിയായി. കച്ചാ പൂരിയും കോൺ പുഴുങ്ങിയതും ചിക്കൻ സ്റ്റ്യൂവും കട്ട് ഫ്രൂട്ട്സും പിന്നെ നല്ല ഫ്രഷ് ചൂട് പാലും കഴിച്ചു. പിന്നെ ഞങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്കാണ് പോയത്. മത്തൻ, തക്കാളി, മുന്തിരി, കോൺ, പീച്ച് അങ്ങനെ പല ഐറ്റങ്ങളുണ്ട് ഷോട്ടയുടെ കൃഷിയിടത്തിൽ. കൂടാതെ അവർ ആടിനെയും പശുവിനെയും മുയലിനെയും കോഴിയെയും ഒക്കെ വളർത്തുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ അവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ തന്ന കോൺ പുഴുങ്ങിയത് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഷോട്ടയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഷോട്ടയുടെ മൂത്ത മോനാണ് നമുക്ക് കൃഷിയിടത്തിൽ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഞങ്ങൾ കുറച്ചധികം നേരം അവരുടെ കൃഷിയിടത്തിൽ നടന്നു കേട്ടോ. പിന്നെ മുന്തിരിക്കൊലകളൊക്കെ പഴുത്ത് അവർ ഓൾറെഡി കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ജസ്റ്റ് ഞങ്ങൾ പൊട്ടിച്ചു ടേസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ ജോർജിയ വേറെ തന്നെ ഒരു ലെവലാണ് കേട്ടോ. ഓരോ സീസണിലും ജോർജിയയ്ക്ക് വെവ്വേറെ മുഖച്ഛായകളാണ്. ഞങ്ങൾ പോയത് ഓട്ടം സീസണിലാണ്. മെയിൻ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഇവിടെ ഓട്ടം സീസണും വിൻ്റർ സീസണും ആണ് കേട്ടോ. ഓട്ടം സീസണിലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതെന്നാണ് ഷോട്ട പറഞ്ഞത്. മഞ്ഞുകാലത്ത് ഈ ഇടങ്ങളിലൊക്കെ 1 മീറ്ററോളം മഞ്ഞ് മൂടുന്നതിനാൽ ചില അട്രാക്ഷൻസ് ഒന്നും ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ജോർജിയയുടെ ഭംഗി ഫുള്ളായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല. പക്ഷെ മഞ്ഞുകാലത്ത് വരുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ് എന്നാണ് ഷോട്ട പറഞ്ഞത്. ഷോട്ടയുടെ മക്കൾ മുറ്റത്ത് മണ്ണ് വാരി കളിക്കുന്നത് കണ്ടപ്പോൾ ഞാനും മാജിനയും പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. അവരുടെ കൂടെ അങ്ങോട്ട് കൂടി. എത്ര പ്രായമായാലും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിത്തം ഉണ്ടാകുമെന്നും പറയുന്നത് എത്ര ശരിയാണല്ലേ. പിന്നെ കുറച്ച് നേരത്തേക്ക് പാട്ടും ഡാൻസും ആയി. ഷോട്ടയുടെ മൂത്ത മോളോട് ഒരു ഡാൻസ് കളിക്കുമോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴേക്കും ഒരു മടിയും കൂടാതെ അവൾ അവിടുത്തെ ട്രഡീഷണൽ ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഒക്കെ ഞങ്ങൾക്ക് കളിച്ച് തന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് അവരുടെ വേറൊരു മുന്തിരിത്തോട്ടത്തേക്കാണ് കേട്ടോ. മുന്നേ കണ്ട മുന്തിരിത്തോട്ടത്തിൽ അവർ ഓൾറെഡി വിളവെടുപ്പ് കഴിഞ്ഞിരുന്നു. ഈ മുന്തിരിത്തോട്ടത്തിൽ പഴുക്കാനാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1-2 മുന്തിരികളൊക്കെ നമുക്ക് കളറ് മാറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങി ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കിയാലോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കുറേ ഉള്ളിലേക്കൊക്കെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ. പിന്നെ ഞങ്ങൾ പോയത് ഇവിടുത്തെ ഒരു ചർച്ചിലേക്കാണ് കേട്ടോ. അവിടെ എത്രയോ കാലം പഴക്കമുള്ള ഒരു ചർച്ചാണ്. ഷോട്ടയുടെ ഇടവകയാണ് എന്നൊക്കെയാണ് ഷോട്ട ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നത്. ഈ താഴ്വരയെക്കുറിച്ചൊരു കഥ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾക്ക് ഷോട്ട പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ താഴ്വരയിലൂടെ ഒരു ചെറിയ നദി ഒഴുകി പോകുന്നുണ്ട്.
ഈ ചർച്ചിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ചർച്ച് മുഴുവനായും കരിങ്കല്ലുകൊണ്ടും അതിൻ്റെ നടപ്പാതകളും മതിലുകളും എല്ലാം കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമ്മൾക്ക് ഉള്ളിലെത്താൻ കഴിയും. അതിൻ്റെ 2 സൈഡിലായിട്ട് അവിടുത്തെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ചർച്ചാണ് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. കല്യാണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ ചർച്ചിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഫോട്ടോസും മെഴുകുതിരി അങ്ങനത്തെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഒരു ചെറിയ കട പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കല്യാണം അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ചർച്ചിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കി കണ്ട് അതിനുശേഷം ആ കല്യാണം കുറച്ച് നേരം കണ്ടിട്ടാണ് ഈ ചർച്ചിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ ആദ്യം പോയ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് ക്യാമറയും ഫോണൊന്നും അലൗഡ് ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ആ ചർച്ചിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ വീഡിയോ എടുക്കാതിരുന്നത്. ഈ ചർച്ചിൻ്റെ ഉള്ളിൽ എല്ലാം അലൗഡാണ്. അത് ഞങ്ങൾ കയറുന്നതിന് മുന്നേ തന്നെ ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ അവിടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അതിനെല്ലാം ഓൾറെഡി പെർമിഷൻ ഉള്ളതാണെന്നാണ് അവർ പറഞ്ഞത്. ഈ ചർച്ചിൻ്റെ പുറമേ ഉള്ള ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ചർച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കിണറും പിന്നെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഞങ്ങൾ പോയത് സത്താപ്ലിയ നാച്ചുറൽ പാർക്കിലേക്കാണ് കേട്ടോ. ഇതും ഒരു കേവാണ്. ഈ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈനോസറുകളുള്ള കാലത്ത് അവരുടെ കാൽപ്പാടുകളൊക്കെ ഇവിടുത്തെ പാറകളിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ കേവിൻ്റെ എൻട്രൻസ്. ഡൈനോസറിൻ്റെ ഒരു തീമിലാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു ഗൈഡും ഞങ്ങളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗൈഡ് 2 ഭാഷകളിലായിട്ട് ഞങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്ന് അവരുടെ തനതായ ജോർജിയൻ ഭാഷയിലും പിന്നെ ഇംഗ്ലീഷിലും. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ കാണുന്ന പാറകളിലാണ് കേട്ടോ ഡൈനോസറിൻ്റെ കാൽപ്പാടുകളുള്ളത്. 1-2 കാൽപ്പാടൊന്നും അല്ല കേട്ടോ, കുറേ അധികം കാൽപ്പാടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. കേവിൻ്റെ ഉള്ളിൽ പല നിറത്തിലുള്ള ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഹൊറർ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അറിയില്ല കേട്ടോ. കുറേ നേരം കേവിൻ്റെ ഉള്ളിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്തുന്നത് ഒരു ചെറിയ ഫോറസ്റ്റിലാണ് കേട്ടോ. ആ ഫോറസ്റ്റിൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല ടൈപ്പ് ദിനോസറുകളുടെ രൂപങ്ങൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സെൻസർ വഴി തൊട്ടടുത്തെത്തുമ്പോൾ അവരുടെ സൗണ്ടും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. വേറൊരു കാര്യം പറയാൻ മറന്നു. സത്താപ്ലിയ എന്ന് പറഞ്ഞാൽ ഹണി പ്ലേസ് എന്നാണ് മീനിങ്. കാരണം ഈ കേവിൻ്റെ ഉള്ളിൽ കുറേ ഹണി ബീസിൻ്റെ കൂടുകളുണ്ട്. അങ്ങനെയാണ് സത്താപ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള പേര് വന്നത് എന്നാണ് ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജ് 140 മീറ്റർ ഉയരത്തിലാണ് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്.
ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ കുട്ടേസിയുടെ ഒരു പനോരമിക് വ്യൂ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ നടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഒരു വാട്ടർഫാൾ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ നല്ല ഉഷാറായിരുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തിൻ്റെ ഇടയിലൂടെയായിരുന്നു റോഡിലാവട്ടെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഏരിയയുടെ ഫുൾ ഭംഗി ഞങ്ങൾക്ക് ഫോണിൽ പകർത്താൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർഫാൾ. ഇതിൻ്റെ തൊട്ടടുത്ത് വലിയ വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ കുറച്ച് വെള്ളമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. ആ വാട്ടർഫാളിൽ നിന്ന് ഒരു കുളിയും പാസ്സാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അതായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. പിന്നെ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ജോർജിയയിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുന്നേ അവിടുത്തെ ഒരു സുവനീർ വാങ്ങി എൻ്റെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെക്കണമെന്ന്. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ UAE തിരിച്ചു കയറി. രാത്രി വൈകിട്ടായിരുന്നു ഫ്ലൈറ്റ്, അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.